ഹേ ഗായ്സ്, നല്ല ചൂട് ചോറിനൊപ്പമോ അല്ലെങ്കിൽ നല്ല അടിപൊളി ചക്ക വേവിച്ചതിൻ്റെയോ കപ്പ വേവിച്ചതിൻ്റെയോ ഒക്കെ കൂടെ തേങ്ങ അരച്ച മീൻകറി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലേ. അപ്പോൾ നമ്മളിന്ന് തേങ്ങ അരച്ച് വെക്കുന്ന ആ ഒരു മീൻകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ അരക്കപ്പ് തേങ്ങ ചിരകിയതും 6 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിൻ്റെ കൂടെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടെ കുറച്ച് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ അത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം ഇതുപോലൊരു ചട്ടിയിലേക്ക് ആവശ്യത്തിന് കുടംപുളിയും തേങ്ങ അരച്ചതും കൂടെ 1.5 കപ്പ് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്യണം. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഈ ഒരു സമയം നമുക്ക് വെള്ളത്തിൻ്റെ അളവ് നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസി അനുസരിച്ച് വ്യത്യാസപ്പെടുത്താവുന്നതാണ്. വേണമെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് 1-2 പച്ചമുളക് കൂടി നടുവേ മുറിച്ചിടാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം ക്ലീൻ ചെയ്ത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിരിക്കുന്ന മീൻ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മീൻ മുഴുവനായിട്ടും ആ ഒരു ഗ്രേവിയിൽ മുങ്ങിക്കിടക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കണം. നമ്മൾ ആദ്യമേ ചേർത്ത് കുടംപുളിയുടെ അളവെന്ന് പറയുന്നത് വലിയ പീസസൊക്കെ ആണെങ്കിൽ ഒരു 2-3 കഷ്ണമൊക്കെ ഇട്ടാൽ മതിയായിരിക്കും. അതുപോലെ തന്നെ പുളി അനുസരിച്ച് കറി റെഡിയായി കഴിയുമ്പോൾ നമ്മൾ ആ പുളിയൊക്കെ ആവശ്യമാണെങ്കിൽ ഇതിൽ നിന്ന് എടുത്ത് മാറ്റും. അപ്പോൾ ഈ ഒരു സമയം ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി ഹൈ ഫ്ലെയിമിൽ തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ചുകൂടെ വറ്റിച്ച ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുക് താളിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴേക്കും 1/2 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വന്ന ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. അതിനുശേഷം ഒരു 3 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് മൂപ്പിച്ചെടുക്കണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് കിട്ടണം. അതിനുശേഷം ചെറിയൊരു കടുക് പൊട്ടുന്ന പോലത്തെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഈ ഒരു കടുക് താളിച്ചത് മീൻ കറിയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കും. ഇതാണ് കറക്റ്റ് പരുവെന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് എനിക്ക് ആ കടുക് പൊട്ടുന്ന ശബ്ദമൊക്കെ കേൾക്കാമായിരുന്നു. നമ്മളിത് മീൻ കറിയിലേക്ക് താളിച്ചൊഴിക്കുകയാണ്. ഇനി നമുക്കിത് കൈ കൊണ്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. തവി കൊണ്ട് ഒരിക്കലും ഇളക്കരുത്, അങ്ങനെയാണെങ്കിൽ മീനൊക്കെ പൊടിഞ്ഞു പോകും. അപ്പോൾ തേങ്ങ അരച്ച മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദാണ്, അതുപോലെ തന്നെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഫിഷ് കറി ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു, ബൈ.